ക്രിസ്മസ് ആയിട്ട് ഇതേ നമ്മുടെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൂരാണ്. പൂരും ക്രിസ്മസ് ഒരു ദിവസമാണ് കേട്ടോ വരല്. അപ്പൊ അതേ കുറേ ഭംഗികളൊക്കെ അവിടെയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സെറ്റ് ഇതേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകട്ടത്. ആ സമയത്ത് തന്നെ കനാലിൽ വെള്ളം വിടല് പതിവുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സംഭവമൊക്കെ കണ്ടിട്ട് എന്താണ് നടക്കണതെന്ന് അറിയാണ്ട് തുമ്പു ഇതേ വെല്ലിച്ചന്റെ തോളത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. സ്വതവേ ആരുടെ അടുത്തേക്ക് അങ്ങനെ പോവാറില്ല. ഈ സംഭവമൊക്കെ കാരണമാണ് കേട്ടോ പോയത്. പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേ അമ്പലത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനും അളിയനും ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചേച്ചിയുടെ ഉണ്ണിനെയും കൊടുത്തിട്ട് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പറമ്പൊക്കെ പൂരപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 5 ആനയുള്ള ഒരു കുഞ്ഞേ പൂരാണ് ആനപ്പൂരം കേട്ടോ. കാവടിക്കാണ് സ്വതവേ ആൾക്കാർ കൂടുതൽ. അതുകൊണ്ട് ആനപ്പൂരത്തിന് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പിള്ളേർസിനെ കൂട്ടിയിട്ട് ഈ സമയത്തിന് വന്നത്. പിന്നെ ഇതേ രാത്രി നമ്മുടെ അതിന് തന്നെയാണ് ഒരു സെറ്റ് പോണത്. അപ്പോൾ അതേ രാത്രിയിലത്തെ പരിപാടിയാണ് കേട്ടോ. ഞങ്ങളുടെ കമ്മിറ്റിയുടെ 25ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരിപാടികളൊക്കെ ഭയങ്കര കേമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെതായ പരിപാടികളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ കുറച്ച് നേരം കാവടിയുടെ പിന്നാലെയൊക്കെ പോയി. കുറച്ചധികം ദൂരം തന്നെ അതേ കാവടിയുടെ പിന്നാലെ വന്നാലാണ് കേട്ടോ നമുക്ക് അമ്പലത്തേക്കായിട്ട് എത്താൻ പറ്റുക. അപ്പോൾ അതേ എല്ലാ കാവടിയും കൂടിയിട്ട് അമ്പലത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേ ഞങ്ങളുടെ പൂരും ക്രിസ്മസും ഒക്കെ അതേ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ.